മധ്യപൂർവേഷ്യയെ കഴിഞ്ഞ കുറച്ചു കാലമായി പിടിച്ചുകുലുക്കിക്കൊണ്ടിരുന്ന കടുത്ത സൈനിക പ്രതിസന്ധികൾക്ക് താൽക്കാലിക ശമനം നൽകിക്കൊണ്ട് ഇസ്രായേലും ലെബനനിലെ ഹിസ്ബുള്ളയും തമ്മിൽ ചരിത്രപരമായ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരിക്കുകയാണ്. ദിവസങ്ങൾ നീണ്ടുനിന്ന അതീവ സങ്കീർണവും നാടകീയവുമായ ചർച്ചകൾക്കൊടുവിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ശക്തമായ മധ്യസ്ഥതയിൽ ഈ നയതന്ത്ര നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പായാണ് ആഗോള സമൂഹം ഈ പുതിയ നീക്കത്തെ വിലയിരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിർത്തി പ്രദേശങ്ങളിൽ ഇരുവിഭാഗവും തമ്മിൽ അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടിരുന്നത്. നിരപരാധികളായ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കും ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളാക്കപ്പെടുന്നതിലേക്കും നയിച്ച ഈ യുദ്ധസമാന അന്തരീക്ഷത്തിനാണ് ഇപ്പോൾ US ഇടപെടലിലൂടെ താക്കോൽ വീണിരിക്കുന്നത്. ഇരുപക്ഷത്തെയും കടുത്ത നിലപാടുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വാഷിംഗ്ടണിന് സാധിച്ചു എന്നത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ നയതന്ത്ര സ്വാധീനം ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിട്ടുണ്ട്. ഈ നയതന്ത്ര വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകളിലൊന്ന് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതാണ്. ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള നിരന്തരം നടത്തിവന്നിരുന്ന റോക്കറ്റ്, ഡ്രോൺ ആക്രമണങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുമെന്ന് കരാറിലൂടെ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇത് അതിർത്തിയിലെ ഇസ്രായേൽ ജനതയ്ക്ക് വലിയൊരു ആശ്വാസമായി മാറും എന്നാണ് വിലയിരുത്തൽ. കരാറിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മറ്റൊരു തീരുമാനം തെക്കൻ ലെബനനിലെ ലിതാനി നദിക്ക് തെക്കുള്ള മേഖലയിൽ നിന്നുള്ള ഹിസ്ബുള്ള സേനയുടെ പൂർണ്ണമായ പിന്മാറ്റമാണ്. ഈ പ്രദേശത്ത് നിന്ന് തങ്ങളുടെ സൈനിക സാന്നിധ്യവും ആയുധശേഖരങ്ങളും പൂർണ്ണമായി ഒഴിപ്പിക്കാൻ ഹിസ്ബുള്ള ബാധ്യസ്ഥരാണെന്ന് കരാറിൽ പറയുന്നുണ്ട്. പതിറ്റാണ്ടുകളായി ഹിസ്ബുള്ളയുടെ ശക്തമായ കേന്ദ്രമായിരുന്ന ഈ അതിർത്തി മേഖലയിൽ നിന്നുള്ള അവരുടെ പിന്മാറ്റം വലിയൊരു രാഷ്ട്രീയ സൈനിക മാറ്റത്തിന് വഴിതെളിക്കും എന്നും പറയപ്പെടുന്നുണ്ട്. ഹിസ്ബുള്ള പിൻവാങ്ങുന്ന ഈ തന്ത്രപ്രധാന മേഖലകളുടെ നിയന്ത്രണം ഇനി മുതൽ ലെബനൻ ഔദ്യോഗിക സൈന്യത്തിന് മാത്രമായിരിക്കും. ഇതിനായി അമേരിക്കയുടെ പ്രത്യേക സഹായത്തോടെ പൈലറ്റ് സെക്യൂരിറ്റി സോണുകൾ അഥവാ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സുരക്ഷാ മേഖലകൾ സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഈ മേഖലകളിൽ ലെബനൻ ആംഡ് ഫോഴ്സിന് മാത്രമായിരിക്കും പൂർണ്ണമായ അധികാരവും നിയന്ത്രണവും ഉണ്ടായിരിക്കുക. ഔദ്യോഗിക സൈന്യമല്ലാത്ത മറ്റൊരു സായുധ ഗ്രൂപ്പും ഈ സുരക്ഷാ മേഖലയിൽ പ്രവേശനമോ പ്രവർത്തന സ്വാതന്ത്ര്യമോ ഉണ്ടായിരിക്കുന്നതല്ല. ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഒരു സംഘടനയ്ക്കും ഇവിടെ സമാന്തര സൈനിക സംവിധാനം നിലനിർത്താൻ അനുവാദമില്ലെന്ന് കരാർ അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ലെബനന്റെ പരമാധികാരം ഉറപ്പാക്കുന്നതിനും രാജ്യത്ത് ഒറ്റ സൈന്യത്തെന്ന ആശയം നടപ്പാക്കുന്നതിനും ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. വെടിവെച്ചുകൾ നിർത്തുക എന്നതിനപ്പുറം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമാധാനമാണ് ഈ കരാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇസ്രായേലും ലെബനനും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ തുടരാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. വർഷങ്ങളായി നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങളും മറ്റ് നയതന്ത്ര വിയോജിപ്പുകളും പരിഹരിക്കാൻ ഈ ചർച്ചകൾ വേദിയായി. പരസ്പരമുള്ള തർക്കങ്ങൾ പരിഹരിച്ച് വിപുലമായ ഒരു സമാധാന സുരക്ഷാ സംവിധാനത്തിലേക്ക് നീങ്ങാനാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ പ്രതിജ്ഞാബദ്ധരായിരിക്കുന്നത്. പരസ്പരം അംഗീകരിക്കുകയും സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മുൻകാല അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളുമാണ് ഇപ്പോൾ ചർച്ചകളിലൂടെ മേശപ്പുറത്തേക്ക് വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വരുന്നത് മിഡിൽ ഈസ്റ്റിൽ കടുത്ത പ്രാദേശിക സംഘർഷങ്ങളും നയതന്ത്ര പ്രതിസന്ധികളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് എന്നതാണ് ശ്രദ്ധേയം. ലെബനനിൽ ഇസ്രായേൽ നടത്തിവന്ന ശക്തമായ സൈനിക നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് ഇറാൻ അമേരിക്കയുമായുള്ള എല്ലാവിധ ചർച്ചകളും നിർത്തിവെച്ചിരുന്നു. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള നയതന്ത്ര ചാനലുകൾ അടഞ്ഞുകിടന്ന ഈ സമയത്താണ് അമേരിക്ക ഇത്തരമൊരു വൻ നീക്കം നടത്തി വിജയിപ്പിച്ചത് എന്നാണ് വാർത്തകൾ. ഇറാൻ ചർച്ചകളിൽ നിന്ന് പിന്മാറിയതിന് മേഖലയിൽ വലിയൊരു ആശങ്കയ്ക്ക് കാരണമായിരുന്നു. യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുമെന്നും മൂന്നാം ലോക മഹായുദ്ധ സമാനമായ അന്തരീക്ഷം രൂപപ്പെടുമെന്നും പലരും ഭയപ്പെട്ടതാണ്. എന്നാൽ ആ വെല്ലുവിളികളെയെല്ലാം സമ്മർദ്ദങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നേരിട്ട് യുദ്ധമുഖത്തുള്ള രണ്ട് ശക്തികളെ വെടിനിർത്തലിലേക്ക് എത്തിച്ചിരിക്കുകയാണിപ്പോൾ. ഈ കരാറിലൂടെ വാഷിംഗ്ടൺ മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ അപ്രമാദിത്വം ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ കടുത്ത നിലപാടുകൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മേഖലയിലെ സമാധാന പ്രക്രിയകൾ തങ്ങളുടെ കൈകളിൽ ഭദ്രമാണെന്ന് തെളിയിക്കാൻ അമേരിക്കയെ കഴിഞ്ഞുവെന്നാണ് അവർ വാദിക്കുന്നത്. ലെബനൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരേ സമയം വലിയൊരു അവസരവും കടുത്ത വെല്ലുവിളിയുമാണ്. ഹിസ്ബുള്ള പോലുള്ള ഒരു ശക്തമായ സായുധ സംഘടനയെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം സൈന്യത്തെ അതിർത്തിയിൽ വിന്യസിക്കുക എന്നത് ലെബനൻ ഭരണകൂടത്തിന് എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക സൈനിക പിന്തുണയോടെ ഇത് നടപ്പാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവർ. അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ച് തങ്ങളുടെ വടക്കൻ അതിർത്തിയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞത് വലിയൊരു വിജയം കൂടിയായിട്ടുണ്ട്. ഹിസ്ബുള്ളയെ അതിർത്തിയിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന അവരുടെ പ്രധാന സൈനിക ലക്ഷ്യം ഒരു പരിധിവരെ ഈ നയതന്ത്ര കരാറിലൂടെ സാധ്യമായിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന നേരിട്ടുള്ള ചർച്ചകളിൽ കൂടുതൽ അനുകൂലമായ നിലപാടുകൾ നേടിയെടുക്കാനാകും എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നുണ്ട്. ഈ താൽക്കാലിക വെടിനിർത്തൽ ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക് നയിക്കുമോ അതോ മുൻകാലങ്ങളിലെ പോലെ വീണ്ടും ലംഘിക്കപ്പെടുമോ എന്ന ആശങ്കയും ചില കോണുകളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും അടുത്ത നീക്കങ്ങൾ ഇത് നിർണായകമാകും.
കരാറിലെ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ യുഎസിൻ്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര നിരീക്ഷണ സംവിധാനം ആവശ്യമായി വന്നേക്കാം. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ നിന്ന് മിഡിൽ ഈസ്റ്റിനെ കരകയറ്റാൻ ഈ നയതന്ത്ര ചുവടുവയ്പ്പിന് സാധിച്ചിട്ടുണ്ട്. വെടിവെച്ചുകൾക്ക് വിരാമമിട്ട് ചർച്ചകളുടെ പുതിയ പാത തുറക്കാൻ കഴിഞ്ഞത് ആഗോള രാഷ്ട്രീയത്തിലെ തന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ നയതന്ത്ര മുന്നേറ്റമായി ചരിത്രം രേഖപ്പെടുത്തുകയും ചെയ്യും.